ഓരോരോ വീഡിയോയിലൊക്കെ കാണില്ലേ, വട്ടം കറക്കിയിട്ടല്ല വീഡിയോ എടുക്കുന്നത്. അത് കണക്കെ നോക്കിയതാണ് ഞാൻ. അത് ഏറ്റില്ല. അപ്പം മീൻ വണ്ടിയുടെ ഒച്ച കേട്ടിട്ടാകുമ്പോൾ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് മത്തി മാത്രമേ ഉണ്ടായിട്ടു. അതുകൊണ്ട് മത്തിയാണെന്ന് മേടിച്ചത്. വേറൊന്നും കിട്ടിയിട്ട. മിനിയാന്ന് ഞണ്ടെല്ലാം വാങ്ങീനി. അപ്പോൾ ഇന്ന് മത്തി ഉണ്ടായിട്ടു. അങ്ങനെ മത്തിയും വാങ്ങിയിട്ട് അയാളോട് കുറച്ച് നുണയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. നല്ല ഫ്രഷ് മത്തി കേട്ടോ. അപ്പോൾ നമുക്കിന്ന് തട്ടി കൂട്ടിയിട്ട് 2-3 കറിയാക്കണം. ഇന്ന് അമ്മ ചോറൊന്നും കൊണ്ടുപോയിട്ടാ. അപ്പോൾ കറിയെല്ലാം നല്ലയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ആക്കുന്നു. അപ്പോൾ വെള്ളരിക്ക ഉണ്ടായിന്, വെള്ളരിക്കയും കാബേജും ഉണ്ടായിന്. അപ്പോൾ വെള്ളരിക്ക എടുത്തിട്ട് വെള്ളരിക്ക ഒലം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം മുറിച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വയറ് കളയണം. വയറെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരുവെല്ലാം ഇല്ലാതെ അത് കഴിക്കുന്നുണ്ട്. വെള്ളരിക്ക കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ വയറെല്ലാം കളഞ്ഞിട്ടാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇടണം. മുറിച്ച വെള്ളരിക്കയെല്ലാം ഇട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടാമെന്ന് വെച്ചിട്ട് ആ കുഞ്ഞുമോൻ അതെല്ലാം എടുത്തിട്ട് കളിക്കുന്നു, പൊട്ടിച്ച് വെച്ചുകൊണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അടുവിലേക്ക് ഇട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വെള്ളം കോരാൻ പോയി. നമ്മ കിണറ്റത്തെ വെള്ളമാണ് കുടിക്കൽ. പിന്നെ ബോറുണ്ട്. ബോറിൽ നമ്മൾ കുളിക്കാനും ബാക്കി ആവശ്യത്തിനെല്ലാം എടുക്കല്ലോ. ഇത് കിണറ്റത്തെ വെള്ളം കുടിക്കാൻ നമ്മ മാത്രമല്ല, 2-3 വീട്ടുകാർ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് വെള്ളമെല്ലാം എടുക്കൽ. അങ്ങനെ വെള്ളവും കോരി കൊണ്ടുവച്ചു. അപ്പോൾ വെള്ളരിക്ക അടുത്ത് വിസിലിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കാബേജ് മുറിക്കാം. കാബേജ് ഇങ്ങനെ മുറിച്ചിട്ട് ചെറിയായിട്ട് കുനുകുന അരിഞ്ഞിട്ട് തന്നെ ആക്കൽ. മുന്നേലെ ഞാൻ ആ ഗ്രേറ്ററിൽ വെച്ചിട്ട് അങ്ങനെ കളയും. അങ്ങനെ ആകുമ്പോൾ ശരിക്കും നമുക്കൊരു പാങ്ങാകുന്നില്ല. എന്നിട്ട് ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് തന്നെ എടുക്കൽ. അങ്ങനെ മുറിച്ചെടുത്തിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ആ വലിയ വലിയ കഷ്ണമെല്ലാം ചെറുതായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ആയി കൊടുത്തിട്ട് ഞാനത് എന്താ കുഞ്ഞിക്ക് വേണ്ടത്? എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ബക്കറ്റ് വേണോ? മതിയാ? എന്നിട്ട് ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതിൻ്റെ അണുക്ക എന്താ കാബേജ് എന്ന് പറയുന്ന വിഷത്തിൽ മുക്കിയിട്ട് കൊണ്ടുവരുന്ന സാധനം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചാൽ നല്ലതാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ നോക്കാറിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളരിക്കോലിൻ്റെ കാര്യമെല്ലാം നോക്കിയിട്ട് ഇതിനെ നോക്കാം. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ കാബേജ് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല ഇടാം. അച്ഛനും അമ്മക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കതെല്ലാം അവിടെ ക്ലീനാക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളരിക്കോലൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഓലിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ചെരിയതിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിന്ന് 2-3 അല്ലി വെളുത്തുള്ളി വേണം. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് ചതച്ചിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് പൊടിച്ച പറങ്കിയാണ്. അങ്ങനെ കുത്തിപ്പൊട്ടിച്ച അങ്ങനത്തെ പറങ്കിയാണ്. പിന്നെ ഇതിപ്പോൾ വറവിനിടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനമെല്ലാം വേണ്ടത് കേട്ടോ, വെള്ളരിക്കോലിന്. അപ്പോൾ നമ്മൾ പിന്നെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ തുറന്നിട്ട് നമുക്കതിന് ഒന്ന് വറവിടണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വെള്ളരിക്ക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ആ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഉടച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ അങ്ങനെ കുത്തിയിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയെല്ലാം ഇട്ടിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കുക. കുറച്ച് ആ തേങ്ങയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വെന്തിട്ട് വരണം. ആ തേങ്ങയെല്ലാം വേവാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ട്
കുറച്ച് സമയം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ വറുത്ത് ഇട്ടോ, ഇതെല്ലാം നേരത്തെ പറഞ്ഞ സാധനമെല്ലാം വറുത്തിട്ടിട്ട് നമ്മളെ വെള്ളരിക്കോല്ലാം അങ്ങനെ സെറ്റായി. അടുത്ത് നമുക്കിനി ക്യാബേജിൻ്റെ പണി നോക്കാം. അപ്പോൾ ക്യാബേജ് പിന്നെ കുറച്ച് സമയമില്ലേ വെച്ചിട്ട്, അങ്ങനെ എണ്ണയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കണം. കടുവും പിന്നെ കുറച്ച് ഉഴുന്നും അത് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ഉഴുന്നൊക്കെ കുറച്ച് ചോന്നിട്ട് വന്നിട്ടാകുമ്പോൾ ചുവന്ന മുളക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞുമോനെ ചീത്ത പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓൻ ടി വിയിൽ നല്ലോണം സൗണ്ട് കൂട്ടിയിട്ട് ഇരിക്കുന്നിട്ട് ഞാൻ അത് കുറക്കാൻ വേണ്ടി പോയത്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില 2 എണ്ണം അല്ല 3 എണ്ണം ഇട്ടു. കറിവേപ്പില 3 എണ്ണം ഇട്ടിട്ട് ആദ്യം ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ കഴുകി വെച്ചാൽ, ഞാൻ കഴുകിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഴുകി വെച്ചത് ഇതിലേക്ക് ഇടണം. ഞാൻ ആദ്യം അതിൽ പുതിർത്ത് വെച്ച ആ വെള്ളം മറിച്ച് കളഞ്ഞിട്ട് വീണ്ടും വേറെ വെള്ളത്തിൽ കഴുകിയിട്ട് എടുത്തിട്ട് ആണ് ഞാൻ ഇതിലെ വറവിലേക്ക് ഇട്ടത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾ അതിന് നേരത്തെ ഇട്ടതിൻ്റെ കുറച്ച് കളർ അതിന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം. നല്ല പാങ്ങിൽ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ട് വന്നിട്ടുണ്ട്, സാധനം വെന്തിട്ട് കിട്ടി. ഇനി അതിൽ തേങ്ങ ഇടണം. തേങ്ങ ഇട്ടിട്ട് കുറച്ച് സമയം കൂടി വെക്കണം. തേങ്ങ നല്ലോണം ഇട്ടു. എന്നിട്ട് ആ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം കൂടി അടച്ച് വെച്ചാൽ ആ തേങ്ങയും കൂടി നമുക്ക് അതിൻ്റെ ഒക്കെ വെന്ത് കിട്ടും. അങ്ങനെ ക്യാബേജ് വറവ് റെഡിയായി, അതും റെഡിയായി. നമ്മളെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഇനി അടുക്കള എല്ലാം ഏകദേശം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയും പണിയുണ്ട്. അപ്പോൾ ഉച്ചക്ക് പൊരിക്കാൻ കുറച്ച് മീനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വാങ്ങിയ മീൻ മുറിക്കണം. പിന്നെ നമ്മളെ കുരുപ്പിനെ കുളിപ്പിച്ചിട്ട് ഉറക്കുകയും വേണം. അപ്പോൾ ഓനെ ഉറക്കിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. മീൻ മുറിക്കാനുണ്ട്, വീഡിയോ എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട്, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഇവനെ കുളിപ്പിച്ചിട്ട് ഉറക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.